അരുണിന്റെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. നിയമപരമായി അവരിപ്പോ ഭാര്യ ഭർത്താക്കന്മാരാ. പിന്നെ ഇനി വഴക്കൊന്നും വേണ്ടെന്നാ ഞാൻ പറയുന്നത്. നിങ്ങളോട് ഇതേപ്പറ്റി സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ എന്നും തോറ്റു കാണണമെന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇതേ നിങ്ങളുടെ നാവിൽ നിന്ന് വരൂ. ഇനി ഈ പ്രായത്തിൽ മകളുടെ വിവാഹം കഴിയുമ്പോ മാതാപിതാക്കൾ തമ്മി തല്ലി പിരിഞ്ഞു എന്ന് ആരെ കൊണ്ടും പറയിക്കണ്ട. അമ്മ, മഞ്ജു ചേച്ചി വിളിച്ചിരുന്നു. അരുണേട്ടന്റെ കല്യാണ ലെറ്ററൊക്കെ അടിച്ചു. കല്യാണ ലെറ്റർ അടുപ്പിച്ചു. ഇനി വിളിയും തുടങ്ങും. എടുപിടിന്ന് കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളും തുടങ്ങും. ആയിക്കോട്ടെ, അതുകൊണ്ടൊന്നും അവരൊരുമിച്ച് താമസിക്കാൻ പോകുന്നില്ല. ലതികേട്ടത് ഇടയ്ക്ക് എന്നെ വിളിച്ചിരുന്നു. എങ്ങനെയെങ്കിലും നിങ്ങളെ രണ്ടാളെ അനുനയിപ്പിക്കാനാ പറഞ്ഞത്. ആഹാ, അങ്ങനെ പറഞ്ഞോ? എന്നൊന്ന് അനുനയിപ്പിച്ചേ കാണട്ടെ. നിങ്ങൾ അനുനയിപ്പിക്കുന്നതേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാ. അയ്യോ, ഇതാരൊക്കെയാ വന്നിരിക്കുന്നത്? കല്യാണം വിളിക്കാൻ വന്നതാ. മോളെ കത്തെടുത്ത് കൊടുക്ക. എല്ലാരും എന്തി? എല്ലാരും ഇവിടെ ഉണ്ട്. രണ്ടുപേരും കേറിയിരിക്കെ, ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാം. ചായക്കട നടത്തുന്നവർക്ക് ചായയുടെ ആവശ്യമൊന്നും കാണത്തില്ല. എന്നാലും ഒരുപാട് നാള് കൂടി മോൾ ഇങ്ങോട്ട് വന്നതല്ലേ, അതുകൊണ്ട് ചായ കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? ഞങ്ങൾക്ക് ചായ ഒന്നും വേണ്ട. മോള് വളർന്ന തറവാടായത്. അതുകൊണ്ട് ഇവിടെ വന്ന് കല്യാണം വിളിക്കണമെന്ന് തോന്നി വിളിച്ചു. കല്യാണത്തിന്റെ മുഹൂർത്തവും സ്ഥലവും ഓഡിറ്റോറിയം ഒക്കെ കത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവര് കല്യാണത്തിന് സമ്മതിച്ചോ? ആ, സമ്മതിക്കാതിരിക്കാൻ പലരും പലതും ചെയ്തു. പക്ഷേ എല്ലാം പാളിപ്പോയി. ആ കൊലപാതക കുറ്റം ദീപന്റെ തലയിലാക്കി. കല്യാണ ദിവസം തന്നെ കാര്യം നടത്തുന്നതാ നല്ലത്. കൈവിട്ട കളിയാണ്. ദീപന്റെയും പപ്പന്റെയും കയ്യിൽ നിന്ന് തല്ലൊരുപാട് വാങ്ങിക്കൂട്ടിയതാ. അയ്യോ, തനിക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? കല്യാണം വിളിക്കാൻ പപ്പന്റെ ഒപ്പം അവൾ തറവാട്ടി ചെന്നെന്ന് അന്തസ്സായിട്ട് കല്യാണം വിളിച്ചിട്ട് പോയി. അപ്പോ അവൾ ഉള്ളുകൊണ്ട് സന്തോഷിച്ചു കാണും. എന്ന് പറഞ്ഞാ വീട്ടിൽ നിന്ന് തല്ലി ഇറക്കിയിട്ടും അന്തസ്സായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കാൻ പോവല്ലേ? തട്ടിക്കൊണ്ടുപോയി കാര്യം തീർക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ടോ? അങ്ങനെയെങ്കിൽ കല്യാണ ദിവസം കഴുത്തിൽ താലിയിടാൻ കൊതിക്കുന്ന അവളുടെ കഴുത്ത് കണ്ടിക്കണം. നിന്നെ വിട്ടുകളഞ്ഞിട്ടൊരു ജീവിതം എനിക്കില്ല. സുഖവും സന്തോഷവും ഇല്ല. പുറമെ ചില നേരത്ത് ദേഷ്യം കാണിക്കുമെങ്കിലും നിനക്ക് എന്നോട് ഉള്ളിൽ തട്ടിയ സ്നേഹമുണ്ട്. അത് പിന്നെ പറയണോ? ഉണ്ണിയേട്ടൻ പലപ്പോഴും സ്വത്തിന്റെയും പണത്തിന്റെയും പിന്നാലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്നില്ലാന്ന്. എന്തിന്റെ പിന്നാലെ പോയാലും ശരി, എന്റെ ഉള്ളിൽ നീ മാത്രമേ ഉള്ളൂ മോളെ. നിന്നെ മാറ്റി നിർത്തിയിട്ട് എനിക്കൊരു ജീവിതവും ഇല്ല. നമ്മുടെ കുഞ്ഞിന് സുഖാണല്ലോ അല്ലേ? അതെ, കുഞ്ഞും കുഞ്ഞിന്റെ അച്ഛനും സുഖമായിട്ടിരിക്കുന്നു. ആകെയുള്ള അസുഖം നീയാണെന്ന് നിന്നോട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. കുറെ നേരമായിട്ട് കാത്തിരിക്കുന്നു. അരുൺ വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലേ? ഇല്ല. എന്നാ ഇനി കടയിലോട്ട് പോവാം. വരുവാണെങ്കിൽ വഴിയിൽ വെച്ച് കാണാമല്ലോ. ഇവിടെ നിന്നാ മതി എന്നാ പറഞ്ഞത്. വണ്ടി ഓടിച്ചോണ്ട് വരുന്നോണ്ട് വിളിക്കാനൊരു മടി. അന്ന് സംസാരിച്ചോണ്ടിരുന്നപ്പോഴാണല്ലോ അപകടം ഉണ്ടായത്. അത് പിന്നെ അത്രയ്ക്ക് ആദിയോടെയല്ലേ വണ്ടി ഓടിച്ചതും സംസാരിച്ചതും. എന്നാ ഇപ്പൊ അതല്ലല്ലോ അവസ്ഥ. അന്നത്തെ ആദിയും പരവേശമൊന്നും അരുൺ ഇപ്പൊ ഇല്ലല്ലോ. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പച്ചി ഇപ്പോഴും സാറിന്റെ ഉള്ളിലൊരു സങ്കടമായിട്ട് നിൽക്കുവാ. സാറ്
കല്യാണമായിട്ട് മോനൂടെ ഉണ്ടായിരുന്നോ? ഒന്നിച്ച് കുടുംബക്ഷേത്രം വരെ പോണമെന്നുണ്ടായിരുന്നു. അതിനാ വന്നേ. നന്നായി. ദേവി കനിഞ്ഞ പെൺകുട്ടിയാ കാർത്തോ. അതുകൊണ്ടാ ഇത്തിരി സങ്കടപ്പെട്ടെങ്കിലും അവസാനം മോക്ക് നല്ലത് വന്നേ. അമ്മ ഉറപ്പായിട്ടും കല്യാണത്തിന് വരണം. വരണമെന്നുണ്ട് മക്കളെ, പക്ഷെ വിടുവോന്നറിയില്ല. അവിടെയുള്ളവരൊക്കെ പറയുന്നത് കേൾക്കാതെ വന്ന് പിന്നെ തിരികെ കയറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ ഞങ്ങൾക്കൊപ്പം വന്ന് നിൽക്കാൻ. ഇനിയിപ്പോ ഞാൻ പോയി കഴിഞ്ഞ പവിത്രേടത്തി നന്ദനമോൾ അവിടെ ഒറ്റയ്ക്കാ. പിന്നെ അമ്മയ്ക്ക് അവിടെ വന്ന് നിന്നൂടെ? ഏയ്, ഇനി ഞാൻ അവരെയൊക്കെ ശല്യം ചെയ്യുന്നത് ശരിയാണോ മോനെ? ശല്യം ചെയ്യുന്ന ശരിയല്ലേ, പക്ഷെ ആർക്കും ഒരു ഉപദ്രവമില്ലാതെ കൂടെ നിന്ന അമ്മയ്ക്കും അവർക്കും നല്ലതാ. അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. അത്രത്തോളം ഞാൻ നിങ്ങളെയൊക്കെ വേദനിപ്പിച്ചു കഴിഞ്ഞു. ആ സമയമൊക്കെ കഴിഞ്ഞു പോയില്ലേ അമ്മേ? ഇനിയിപ്പോ അതിനെ പറ്റിയൊക്കെ എന്തിനാ ചിന്തിക്കുന്നേ? അമ്മ അവരെ വേദനിപ്പിച്ചെങ്കിൽ അതിന്റെ ഇരട്ടി വേദന അമ്മ അനുഭവിച്ചു കഴിഞ്ഞല്ലോ. അനുഭവിക്കുന്നുമില്ലേ? പിന്നെ ഇനി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നേരെ ചൊവ്വേ പോയാ മതി. ഏതായാലും ഞങ്ങൾ അമ്മയൊന്ന് കാണാതിരിക്കായിരുന്നു. കാർത്തു, അതിങ്ങെടുക്ക്. പിന്നെ ഇപ്പൊ അങ്ങോട്ടെങ്ങനെ വരുന്നുള്ള ചിന്തയിലായിരുന്നു ഞങ്ങള്. അമ്മയ്ക്കൊരു സാരിയാ കല്യാണത്തിന് കൊടുക്കാനായിട്ട്. അയ്യോ, എനിക്കെന്തിനാ മോളെ സാരി? എല്ലാ വിഷുവിനും ഓണത്തിനും ഒക്കെ കണ്ണം വാങ്ങിച്ചു തന്നത് മുഴുവൻ അടുക്കി അടുക്കി വെച്ചിരിക്കുക. എന്നാലും കല്യാണത്തിന് പുതിയത് വേണല്ലോ എടുത്തോണ്ട് വരാനായിട്ട്. ഇത് മറച്ചു വെച്ചോണ്ട് വേണം ഇനി പോകാൻ. ആ സുതയോ വിജിതയോ കണ്ട തട്ടിപ്പറിച്ച് കത്തിച്ചു കളയും. ഇനി തനിക്കൊപ്പല്ലേ ജീവിക്കാൻ പോകുന്നത്? നാളെ തന്റെ ഗതി എന്താണെന്ന് ഇപ്പോഴേ ദൈവം കുറിച്ചിട്ട് കാണും. കാർത്തൂനെ കല്യാണം കഴിച്ചിട്ട് ഞാനങ്ങ് മേലോട്ട് പോണെങ്കിൽ പോട്ടറാ. എന്നാലും എന്റെ ആത്മാവ് പോലും സന്തോഷിക്കും, പറയും ഞാനൊരു ഭാര്യയ്ക്കൊപ്പ ജീവിച്ച് മരിച്ചെന്ന്. എന്നാൽ നാളെ നിനക്ക് അങ്ങനെ ഒരു ഗതി വന്നാ അങ്ങനെ പറയാൻ പറ്റൂടാ. ഇവളാണോടാ ഭാര്യ? വേറെ ചില പേരുകൾ ചേർത്ത് വിളിക്കാം. ആ പേര് ഞങ്ങളുടെ ഒന്നും നാവിന് വഴങ്ങില്ല. ഉണ്ണിയേട്ടാ, ഇങ്ങോട്ട് വരാല്ലേ പറഞ്ഞേ? ഇങ്ങോട്ട് വരാ. എന്തിനാ സാർ അങ്ങനെയൊക്കെ പറഞ്ഞത്? പറയല്ല, അവന്റെ മുഖം ദേ ആ ഭിത്തി ചേർത്ത് ഉറക്കിയ വേണ്ടേ. രാത്രി ഭർത്താവിന്റെ ഉറക്കത്തിന്റെ ആഴം അളന്നിട്ട് എഴുന്നേറ്റ് പോകുന്നവർക്കൊപ്പാ ദൈവത്തെ വിളിക്കാൻ വന്നിരിക്കുന്നത്. മാനവിച്ച് ജീവിക്കുന്ന നന്ദിയില്ലാത്തവള്. താമ്പാ. എന്റെ ദേവി, അവളുടെ കല്യാണം നടക്കരുതേ. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അതിനുണ്ടാവണേ. അവളും അവനും മുടിഞ്ഞു പോണേ. കണ്ടോ കാർത്തൂനെ? കണ്ടു. നല്ലൊരാളെയാ കിട്ടിയിരിക്കുന്നത്. ഇനി ആ കൊച്ചിന് കഷ്ടപ്പാടൊന്നും ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം. ഡോക്ടറുടെ ചേട്ടന് വലിയ സന്തോഷമായി കാണുമല്ലേ? അയാൾക്ക് സന്തോഷം കാണും, ഞങ്ങളത്ര ഹാപ്പിയൊന്നുമല്ല. നിനക്ക് കിട്ടിയത് അവനേക്കാൾ നല്ല ബന്ധ. അവനാണെങ്കിൽ പീറ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ. അതുപോലാണോ ഉണ്ണി? ഒരു ഡോക്ടറുടെ ഭാര്യ എന്ന ഗമയോടെ നടന്നിരുന്നെങ്കിലേ നിനക്കിപ്പോ ആരുടെ മുമ്പിൽ ചൂളി നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു. അതിനു പകരം ഇപ്പോഴത്തെ പെമ്പിള്ളാരെ പോലെ കിട്ടുന്നവരെ തങ്കം, കിട്ടിക്കഴിഞ്ഞ മുക്കുമണ്ടം. ആ രീതിയിൽ അതിന്റെ പോക്ക്. നിന്റെ ഭർത്താവിന്റെ മഹിമ കാണാൻ നിനക്ക് പറ്റുന്നില്ല. ശരിയാ മോളെ, നിന്റെ പഠിപ്പും വിവരവും വെച്ച് നോക്കിയാൽ ഇതിനേക്കാളും നല്ലൊരു ബന്ധം നിനക്ക് കിട്ടുമോ? ഡോക്ടറും എഞ്ചിനീയറും ഒന്നും അല്ല കുടുംബജീവിതത്തിന് ആവശ്യം.
കെട്ടുന്നവനെ ഒരാണായിരിക്കണം. ഉണ്ണി പെണ്ണാണോ? കാഴ്ചക്ക് ഒരു ആണിനെ പോലെ തോന്നുന്നുണ്ടല്ലോ. എന്റെ ദൈവമേ, ആ ദീപനെന്ന് പറയുന്നവന്റെ തലയിൽ ഇടുത്തി വീഴാതെ ഇവൾ ഉണ്ണിയെ സ്നേഹിക്കാൻ പോകുന്നില്ല. ദീപേട്ടനെ ശപിച്ചാലുണ്ടല്ലോ. ഉണ്ണിയെ ശപിച്ചാൽ കുഴപ്പമില്ല, ദീപനെ ശപിച്ചതിലാ വേദന അല്ലേ? ആ അങ്ങനെ തന്നെ. ഒന്ന് ചമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് കരുതി. ഒരു മാറ്റം ഉണ്ടാവില്ലെന്ന് ദേവിക്കറിയാം. ഒരു ദിവസം ഉണ്ണിയേട്ടൻ എന്റെ കള്ളക്കളികളെല്ലാം മനസ്സിലാക്കും. അത് കഴിഞ്ഞ ഉണ്ണിയേട്ടന് പോകാം അയാളുടെ അമ്മയുടെ കൈയും പിടിച്ചോണ്ട്. അപ്പോ നിന്റെ കുഞ്ഞിന്റെ അച്ഛന് വേണ്ടെന്നാണോ? ആ അച്ഛനൊക്കെ വേണം. എടി അതിന് നീ എന്ത് ചെയ്യും? രണ്ടാം കെട്ട് കെട്ടുവോ? വേണ്ടി വന്ന അതിനും മടിക്കൂല. എന്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണകളുണ്ട്. ആ രീതിയിലെ ഞാൻ മുന്നോട്ട് പോകും. എനിക്ക് പൊന്നിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഒരു 1/4 പവൻ പോലും അമ്മായി എനിക്ക് വന്നിട്ടില്ല. അരുൺ ചിലപ്പോ അവക്ക് സ്വർണ്ണമൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങോട്ട് കയറി വരുമ്പോ മാനക്കേട് ഒഴിവാക്കണമല്ലോ. എന്നാൽ അമ്മയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അമ്മയും മോനും കൂടിയുള്ള ഒത്തുകളിയായത്. അമ്മായിക്ക് എല്ലാം അറിയായിരുന്നു. അതിപ്പോ സമ്മതിക്കുന്നുണ്ടല്ലോ. ഇനി കല്യാണത്തിന് വരുന്ന ബന്ധുക്കളെയും നാട്ടുകാരെയൊക്കെ ബോധിപ്പിക്കണം. മരുമകളെ ഒന്നുമില്ലാതെ അല്ല കയറി വരുന്നതെന്ന്. അതിനാ പൂട്ടി വെച്ചിരിക്കുന്ന സ്വർണ്ണമൊക്കെ പുറത്തെടുത്തത്. ആൾക്കാരെ കാണിക്കാനേ ഇഷ്ടം പോലെ കയ്യിലും കഴുത്തിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് സ്വർണ്ണമാണോന്ന് ഉറച്ചു നോക്കണം. അവളെ ഒരു മുക്കുകൊണ്ടോ. അതുകൊണ്ട് സ്വർണ്ണം ഇട്ടോണ്ട് വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. അമ്മ സ്വർണ്ണം എടുത്തത് അവക്ക് കൊടുക്കാനാണെന്ന് ഉറപ്പുണ്ടോ? ചിലപ്പോ കല്യാണമായിട്ട് അമ്മയ്ക്കിടാനാണെങ്കിലും. ഇവിടെ എത്രയോ കല്യാണം വന്നിരിക്കുന്നു. അന്ന് ആഭരണത്തോട് ഒരു താല്പര്യവും കാണിച്ചിട്ടില്ല അമ്മായി. എന്റെ കല്യാണത്തിന് പോലും അധികം സ്വർണ്ണം ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇന്ന് അഷ്ടിക്ക് വകയില്ലാത്ത ഒരുത്തി വരുമ്പോ എന്തിനാ ആഭരണം ഇട്ട് അണിഞ്ഞൊരുങ്ങുന്നത്? ഇത് ഐശ്വര്യമായിട്ട് ഇതങ്ങ് പിടിച്ചാട്ടെ. എന്താ ഇത്? നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാ. കുറച്ച് സ്വർണ്ണ. സ്വർണ്ണോ? എല്ലാവരും സ്ത്രീധനം വാങ്ങിയ വിവാഹം കഴിക്കുന്നത്. എന്നാൽ സ്ത്രീ തന്നെയാണ് ധനം എന്ന് വിശ്വസിക്കുന്ന എന്റെ കൂട്ടുകാരന് അത് അങ്ങോട്ട് തന്നിട്ട് കാർത്തൂനെ കൂട്ടിക്കൊണ്ടുപോകാനാ ഇഷ്ടം. ഇതൊന്നും വേണ്ടായിരുന്നു. അവനും സ്വർണത്തോട് വലിയ ഭ്രമമുള്ള കൂട്ടത്തിലൊന്നുമല്ല. എന്നാലും കല്യാണം വിപുലമായി നടത്താൻ തീരുമാനിച്ച സ്ഥിതിക്ക് കാഴ്ചക്കാർ കുറച്ചുപേരുണ്ടാവും. അരുണിന്റെ അപ്പച്ചി വരില്ലെങ്കിലും ബന്ധുക്കളും നാട്ടുകാരൊക്കെ കാണുമല്ലോ. അവരുടെ മുന്നിൽ കാർത്തു ചെറുതാകരുതെന്ന് അവൻ ആഗ്രഹമുണ്ട്. അതൊഴിവാക്കാനാ ഇതെന്റെ കയ്യിൽ തന്നുവിട്ടത്. സ്വർണത്തിനൊക്കെ ഇപ്പൊ വലിയ വിലയല്ലേ സാറേ? ഞാൻ പറഞ്ഞല്ലോ, അവന്റെ കാഴ്ചപ്പാടിൽ സ്വർണത്തിനേക്കാളും വിലയുണ്ട് കാർത്തൂന്. മറ്റന്നാൾ നിങ്ങൾ ഒന്നിക്കുന്ന ദിവസം, ആ ദിവസം സന്തോഷത്തോടെ കടന്നു പോകണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാ അവൻ. പോലീസിലെ പരാതിയൊക്കെ കൊടുക്കാൻ പറഞ്ഞത് അരുൺ സാറാ. എനിക്കതൊന്നും അറിയില്ലായിരുന്നു. എന്തൊക്കെയാ സാറേ ചെയ്തത്? കാർത്തൂനെ കിട്ടാൻ വേണ്ടി അവൻ ഏതറ്റം വരെയും പോകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. 4-5 പേര് തല്ലാനായി നേരിട്ട് വന്നാൽ തല്ലി ഒതുക്കുന്നവൻ അരുൺ. എന്നാൽ അവൻ മുട്ടടിച്ച് നിൽക്കുന്നത് അപ്പച്ചിയുടെ മുമ്പിൽ മാത്രം. അവരെ ഒതുക്കാൻ അങ്ങനെ ഒരു സംഭവം ആവശ്യമായിരുന്നു. എനിക്കൊരു സമാധാനവും ഇല്ല. എനിക്ക് കയറി ചെല്ലാൻ ഒരർഹതയില്ലാത്തൊരു വീട്ടിലേക്കാ ഞാൻ കേറാൻ പോകുന്നത്. അങ്ങനെ ചിന്തിക്കേണ്ടത് കാർത്തു ആണോ അതോ അരുണാണോ? അവൻ അങ്ങനെ ചിന്തിക്കാത്തിടത്തോളം കാലം കാർത്തു വെറുതെ അനാവശ്യ കാര്യങ്ങൾ ആലോചിച്ച് നല്ലൊരു ജീവിതം അലങ്കോലാക്കി കളയരുത്. എവിടെ പോയിട്ട് വരിക? എന്റെ മോനെ കാണാൻ ജയിലില്. എന്നാ ജയിലിൽ പോയിട്ട് വന്ന അമ്മയോടെ പറയാനുള്ളത് ഞാനങ്ങ് പറയാം. ഓണൊരുത്തനെ കിട്ടിയപ്പോഴേ അവക്ക് കണ്ണു കാണാൻ വയ്യാതായി. എന്റെ മോളുടെ ജീവിതം ആ അനാഥപ്പെണ്ണ തകർക്കാൻ നോക്കുക അല്ലേ? അവളുടെ കെട്ടിയോനെ കൊണ്ട് എന്റെ മോളുടെ ജീവിതം എങ്ങനെയെങ്കിലും തകർക്കണം. അതിന് ഉണ്ണിയോട് അവൻ അറിയാത്ത കാര്യങ്ങളൊക്കെ പറയാൻ നോക്കുക. എനിക്കിതൊന്നും അറിയില്ല എന്റെ സുധേ. അമ്പലത്തിൽ തൊഴാൻ പോയേക്കുന്നു മണവാളിനും മണവാട്ടിയും. ചേർത്തെടുത്ത ദേവിയാണല്ലോ കാർത്തു വന്ന കരിന്തേലിന്റെ ബലം. അവിടെ പോയതാ കൃഷി ഓഫീസറെ കൊണ്ട്. അവക്ക് നല്ലത് വരണമെന്നും എന്റെ മോള് മുടിയണേന്നും പ്രാർത്ഥിക്കാൻ. അങ്ങനെയൊക്കെ ഒരു ധാരണ എനിക്കും ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്.
എന്നാ ഇപ്പൊ മനസ്സിലായി അവരങ്ങനെയൊന്നും പ്രാർത്ഥിക്കില്ല എന്ന്. പിന്നെ അവർക്കൂടെ നിങ്ങളാണോ പ്രാർത്ഥിക്കുന്നത്? ആരെയും പഴിക്കാതെ ആ കൊച്ചിന്റെ കല്യാണം ഒന്നും നടന്നു പോണേന്ന് പ്രാർത്ഥിക്കും. കല്യാണത്തിന് പോകുന്നുണ്ടോ? അന്ന് വിളിച്ചതല്ലേ, ഒന്ന് പോണം. ഓ, തലേന്ന് പോന്നോ അതോ കല്യാണ ദിവസമേ പോകുന്നുള്ളോ? എനിക്ക് കല്യാണ ദിവസം പോയാ മതി. അതാ നല്ലത്. അപ്പൊ സദ്യ തട്ടാലോ, രാവിലെ മുതൽ ജോലിയും ചെയ്യണ്ട. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവിടെ കെട്ട് നടക്കുമ്പോ എന്റെ കുഞ്ഞിന്റെ കെട്ടുതാലി അഴിച്ചു വെക്കേണ്ടി വന്നാ പിന്നെ നിങ്ങൾ ഉത്തരത്തേല അവിടെ കിടന്നാടും. കെട്ടി തൂക്കും ഞാൻ. എന്നാ പിന്നെ ഇപ്പൊ തന്നെ അത് ചെയ്തുകൂടെ സുധേ? എനിക്ക് ഈ ജീവിതം മടുത്തു. ഈ മടുപ്പൊക്കെ അവളുമാരോട് പറയുന്നുണ്ടല്ലോ, എന്നിട്ടെന്താ അവളുമാരങ്ങോട്ട് വിളിക്കാത്തത്? എന്നെ വിളിച്ചതാ കാർത്തും പവിത്രയൊക്കെ, ഞാൻ പോവാത്തതാ. അയ്യോ, ഒന്ന് പോണേ. എത്രയും പെട്ടെന്ന് ഞങ്ങക്ക് സമാധാനം തന്നിട്ട് ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഒന്ന് പോകാൻ നോക്ക്. പിന്നെ ആരെ കൊണ്ട് നീ അടുക്കളപ്പണിയൊക്കെ ചെയ്യിക്കും? അയ്യോ, അതോർത്ത് പോകാതിരിക്കണ്ട. ഇവിടെ ഇപ്പൊ എനിക്ക് ചെയ്യാവുന്ന പണികളേ ഉള്ളൂ. പിന്നെ വീട് വൃത്തിയാക്കാൻ ആ സമയത്ത് ഞങ്ങൾ ആളെ വെക്കും. ഓ, എന്നെ ഇത്ര ആധികാരികമായിട്ട് ആരാടി വിളിക്കുന്നേ? ആരാണ് എന്നെ അങ്ങനെ വിളിക്കാൻ? ആർക്കാടാ ധൈ? പപ്പനായിരുന്നോ? എന്തുണ്ട് പപ്പ? എനിക്കൊന്നുമില്ല. ഞാനേ മരുമോനെ വഴി വെച്ച് കണ്ടിരുന്നു. കൊടുക്കാനുള്ളതൊക്കെ അവന് കൊടുത്തിട്ടുണ്ട്. ഇനി മോളെ കൂടെ കാണാനാ വന്നത്. അരുണിനൊപ്പം കാർത്തൂനെ കണ്ടപ്പോ നിനക്ക് സഹിക്കുന്നില്ല അല്ലടി? ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഉണ്ണിയേട്ടനാ അവരോട് ഇടഞ്ഞത്. ഓ, നീ പിന്നെ നല്ല പിള്ളയാണെന്ന് എനിക്കറിയാമല്ലോ. ഉണ്ണിയോട് ഞാൻ സൂചിപ്പിച്ചു നിന്റെ വഴിവിട്ട പോക്കിനെ കുറിച്ച്. ആർക്കൊപ്പമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവൻ ഉറങ്ങിക്കിടക്കുമ്പോ നീ ദീപനെ വീട്ടിനകത്തേക്ക് വിളിച്ചു കയറ്റാറുണ്ടെന്നൊക്കെ എനിക്കറിയാം. എന്നാലേ അവനത് അറിയില്ല. ഇനിയിപ്പോ ഞാൻ പറഞ്ഞാലും വിശ്വസിക്കുകയില്ല. പക്ഷേ ഒരു ദിവസം ഉണ്ണി ആ കാഴ്ച കാണും. കണ്ടാലും വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അതിന്റെ പോക്കെന്ന് എനിക്കറിയാം. കാരണം നിനക്കേ ഉണ്ണിക്കൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല. ദീപനെയാ വേണ്ടത്. പപ്പ, നീ വെറുതെ അനാവശ്യം പറയരുത്. അവിടക്ക് ഒരമ്മ. ഇവിടെ ദീപനൊപ്പം പോകുമ്പോ ഇവിടെ ഒന്ന് വിലക്കാൻ നിങ്ങൾക്കോ നിങ്ങളുടെ ഈ ഭർത്താവിനെ പറ്റുന്നുട്ടോ? എന്നിട്ട് അടിമുടി പരിശുദ്ധിയുള്ള ഒരു പെൺകുട്ടിയെയും അവൾക്ക് ജീവിതം നൽകാൻ തയ്യാറായി വന്ന മാന്യനായ ഒരു ചെറുപ്പക്കാരനെയും ആക്ഷേപിക്കുന്നു. കര കയറാൻ പറ്റാത്ത വിധം ചെളിയിൽ മുങ്ങി നിൽക്കുക മോള്. ഇപ്പോ വയറ്റിനകത്തൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന്റെ അച്ഛൻ ഉണ്ണിയാണോ ദീപനാണോന്ന് മോൾക്കേ അറിയൂ. അത് ഉണ്ണിയുടെ കൊച്ചു തന്നെയാ പാപ്പ. ആ കുഞ്ഞ് ജനിക്കുമ്പോ നീ ഇവിടെ വരണം. അപ്പൊ നിനക്ക് മനസ്സിലാകും അത് ഉണ്ണിയുടെ കുഞ്ഞു മാത്രമാണെന്ന്. അങ്ങനെ കുഞ്ഞിന്റെ നെറ്റിയിൽ എഴുതി ഒട്ടിക്കേണ്ടി വരും ഇത് ഉണ്ണിയുടെ കുഞ്ഞാണ് എന്ന്. പാപ്പ, നീ എന്തും പറഞ്ഞു, പക്ഷെ കല്ല് വെച്ച നുണകൾ പറയരുത്. ഞാനതേ പറ്റി തർക്കിക്കുന്നില്ല. കുഞ്ഞുണ്ണിയുടെ അല്ലെങ്കിൽ അതവന് കിട്ടേണ്ട തിരിച്ചടി തന്നെ. എന്താ ദീപമോനെ ഈ സമയത്ത് വന്നത്? ഉണ്ണിക്കുട്ടൻ ഉടനെ വരും. എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് തോന്നി. കണ്ടിട്ട് ഞാൻ ഉടനെ പൊയ്ക്കോളാം. 5 മണി കഴിഞ്ഞു. ഇപ്പൊ അവനിങ് എത്തും. അതിനു മുമ്പ് അവളെയും വിളിക്കേ. കണ്ടിട്ട് ഞാനങ്ങ് പൊയ്ക്കോളാം. ഉടനെ പോണേ മോനെ. ഉണ്ണിക്ക് ഇതുവരെ സംശയമൊന്നുമില്ല. എന്റെ കുഞ്ഞിന്റെ ജീവിതം തൊലക്കരുത്. നാട്ടിലുള്ള എല്ലാ പെൺകുട്ടികളുടെയും ജീവിതം തനിക്കൊക്കെ തൊലയ്ക്കാം. തന്റെ മോളുടെ ജീവിതം മാത്രം തൊലയരുത്.
ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാ. കാർത്തൂന്റെ അരുൺ സാറിന്റെ വിവാഹം നടക്കുമ്പോ മാന്യമായിട്ട് അതിൽ സഹകരിക്കണമെന്ന്. എന്നിട്ട് മരുമോനും മോളും കൂടെ അവരെ ഒന്നിച്ച് കണ്ടപ്പോ സഹിക്കാൻ വയ്യാതെ വായ വരുന്നൊക്കെ വിളിച്ചു പറയാല്ലേ? ചൂടാറുന്നതിന് മുമ്പേ പപ്പനെല്ലാം ദീപന്റെ ചെവിയിൽ എത്തിച്ചു കൊടുത്തു തരണട്ടാ. മനഃപൂർവ്വം പപ്പൻ കള്ളം പറയുവാ ദീപ. മിണ്ടരുത്. ആരാ കള്ളം പറയുന്നതെന്നും പറയാത്തതെന്നും ഒക്കെ എനിക്കറിയാം. കാർത്തൂന്റെ കല്യാണം മുടക്കാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടോ കരുണ? ഒരിക്കലുമില്ല. ഒരു കാര്യം രണ്ടാളും മനസ്സിലാക്കോ. കാർത്തൂന്റെ കല്യാണം നടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മോളുടെ ദാമ്പത്യ ജീവിതം പൊളിക്കാൻ എനിക്കറിയാം. അതേപ്പറ്റി ഞങ്ങക്ക് നല്ല ബോധമുണ്ട് ദീപ. ദയവ് ചെയ്ത് ദീപൻ ഇപ്പൊ പോണം. ഞങ്ങൾ ഇനി ഒരിടം കയറി നിൽക്കില്ല. ഏതായാലും അവളെ കാണാൻ ഞാൻ വന്നതല്ലേ, ഇനിയിപ്പൊ കണ്ടിട്ടേ തോന്നുള്ളൂ. നിങ്ങൾ അവളെ ഒന്ന് വിളിക്കേ. അത് വേണോ ദീപ? വേണം. കണ്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കും അവളെ കാണുന്നത് വരെ. സുധേ, അവളിവിടെ ഉണ്ടോ? നേരത്തെ ഞാൻ കണ്ടായിരുന്നു. അത് വളരെ നേരത്തെയാ. ഓ, അവള് പിന്നെന്താ മാഞ്ഞു പോയോ? പിന്നാമ്പുറത്തൂടെ ഇടയ്ക്കെപ്പോഴോ. എന്നാ പിന്നെ ഞാൻ കേറുന്നു. വേണ്ട വേണ്ട, അവളകത്തുണ്ട്. എന്നോട് കളി വേണ്ട കരുണ. ഞാൻ എല്ലാവരെയും മൊത്തത്തിൽ മനസ്സിലാക്കിയതാ. ഇനിയിപ്പൊ നിങ്ങളുടെ ആ നെറുകെട്ട മരുമോൻ ഡോക്ടർ വന്നാലും നിങ്ങളുടെ മോളെന്നെ അകത്തോട്ട് വിളിക്കും. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശം. പോയി വിളിക്കവളെ. ചെല്ലടി, ചെന്ന് വിളിക്ക. അല്ല മോനെ, കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞെങ്കിൽ തകർക്കാനായിരിക്കും. അങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ടോ? അയ്യോ, അവക്ക് നല്ലത് വരുത്തട്ടെ. ജോലിയൊക്കെ തീരാറായോ? ഏതാണ്ടൊക്കെ ഒതുങ്ങി. അങ്ങനെ ഒതുങ്ങിയാ പറ്റത്തില്ല. ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്ത് കറി വെക്കണം. മീനുണ്ടല്ലോ, ഇനി വൈകുന്നേരം ചിക്കനും കൂടെ വേണോ? പറയുന്ന അങ്ങ് ചെയ്താ മതി. ആദ്യം എല്ലാം അരിഞ്ഞു വെക്ക്. വൈകുന്നേരം ഇവിടെ വിരുന്നുകാരെങ്കിലും ഉണ്ടോ? കർണേട്ടന്റെ കൂട്ടുകാരാരൊക്കെയോ വരുന്നെന്ന് പറയുന്ന കേട്ടു. ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങിയാ മതി. വൈകുന്നേരം എനിക്ക് മിറ്റം തൂക്കാനുണ്ട്. തൂക്കണ്ടെന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞ ജോലി ചെയ്യും, അത് കഴിഞ്ഞ് തൂക്കാം. അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ തൂക്കൂ. എവിടെയെങ്കിലും പോയി ജോലിക്ക് നിന്നിരുന്നെങ്കിൽ മാസം എനിക്ക് 5 ശമ്പളം കിട്ടിയേനെ. അതുപോലത്തെ ജോലിയല്ലേ ഇവിടെ. ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നുണ്ടല്ലോ, പിന്നെ പോയി നിന്നൂടായോ? ഇവിടെ നിൽക്കുവാണെങ്കിലേ ഞങ്ങൾ പറയുന്നൊക്കെ കേക്കണം, കേട്ടോ? ഉണ്ണി വന്നായിരുന്നോ? ഇല്ല. പിന്നെ ആരോ വന്ന പോലെ തോന്നിയല്ലോ. മരിച്ചുപോയ നിങ്ങളുടെ അച്ഛനായിരിക്കും. അങ്ങേര് ഇതുവഴിയൊക്കെ നടക്കുന്നുണ്ടെന്ന് ആരാണ്ടൊക്കെ പറയുന്ന കേട്ടായിരുന്നു. നിങ്ങളെപ്പോലെ സ്ത്രീയെ ജനിപ്പിച്ചത് കൊണ്ട് ഗതി കിട്ടിയിട്ടില്ലെന്ന്. എന്റെ അച്ഛനെന്ന് പറയുമ്പോഴേ അത് നിന്റെ കെട്ടിയവന്റെ കൂടെ അച്ഛനാ. എന്നെന്താ ഉറപ്പ്? നിങ്ങളുടെ രണ്ടുപേരുടെ അച്ഛൻ 2 അച്ഛന്മാരായിക്കൂടെ? രണ്ടുപേരുടെ സ്വഭാവം കണ്ടിട്ട് എനിക്കങ്ങനാ തോന്നുന്നത്. ഒരു സാമ്യവും ഇല്ല. മുഖം അതുപോലെ തന്നെ, 2 2. ഇതേ അവനോടും കൂടെ പോയി പറഞ്ഞേക്ക്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ രണ്ടുപേരുടെ അമ്മ ഒന്നാണെങ്കിലും അച്ഛൻ 2 ആണെന്ന്. ഈ പ്രായത്തിലെത്തി ഞങ്ങളെ കുറിച്ച് എങ്ങനെ പറയാൻ തോന്നുന്നു സുധേ? പറയുന്നതിന് പ്രായമൊന്നുമില്ല. മനസ്സിൽ തോന്നുന്ന സത്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയും പറയാം. അന്ന് തലവേദന എടുത്ത് അവൻ ഉറങ്ങിയത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അവനൊരു ഉറക്കം തൂങ്ങിയാണെങ്കിലും എപ്പോഴും ഉറങ്ങുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഉറക്കം ഉളച്ചത് കൊണ്ടാ നമ്മുടെ മോൾ രക്ഷപ്പെട്ടു നിൽക്കുന്നത്. എടീ, ഏത് പാപം പിടിച്ചവനും പരുക്കനാകുന്ന ഒരു സമയമുണ്ട്. അതിലേക്ക് അവനെ കൊണ്ട് എത്തിക്കാതിരിക്കുകയാണ് വേണ്ടത്. എത്തിക്കാതിരിക്കണമെങ്കിലേ അവനെ കൊല്ലണം. ഉണ്ണിയല്ല, അകത്തിരിക്കുന്നവനെ. അവൻ ജീവനോട് ഇരിക്കുമ്പോഴേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ കല്യാണത്തോടെ പലരുടെയും തല തെറിക്കും സുധേ. അകത്തിരിക്കുന്നവനും ആ പപ്പനും ഒക്കെ കുടുങ്ങണം. അത് സംസാരിക്കാൻ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴല്ലേ ഒരുത്തൻ അവതരിച്ചത്. ഇന്നത്തോടെ നമ്മുടെ മോടെ ജീവിതം തകരുമോന്ന് എന്റെ പേടി. ചിലപ്പോ ആ കാർത്ത് പറഞ്ഞു കാണും തകർക്കണോന്ന്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഉണ്ണി ഒന്ന് വിളിക്കേ. അവൻ പുറപ്പെട്ടോന്ന് ചോദിക്കേ.
വിളിക്കുന്നതിന് മുമ്പേ അവൻ വന്നടി. കുറച്ചുകൂടെ നേരത്തെ വിളിച്ച് അവനെ എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചുകൂടായിരുന്നോ? വരുന്നടി, വരുന്നു. നല്ല സന്തോഷത്തോടെ ആ വരവ്. എന്താ രണ്ടാളുടെ മുഖത്തൊരു പതർച്ച? ഒന്നുമില്ല. എന്താണ് നീ പറഞ്ഞത്? നിനക്ക് കാലിടാൻ കുഴമ്പ് വേണമെന്ന് പറഞ്ഞു. ഭയങ്കര മുട്ടുവേദന. മോനൊരു കാര്യം ചെയ്യ്, പോയിട്ട് ഒരിത്തിരി കുഴമ്പ് വാങ്ങിച്ചോണ്ട് വാ. അത് മാമന് വാങ്ങിച്ചൂടെ? സ്വന്തം മാമിക്ക് വയ്യ. ഒരാവശ്യം പറയുമ്പോ ഇങ്ങനെ ഒന്നും പറയരുത് മോനെ. മാമി ഒരു കാര്യം ചെയ്യ്, നാളെ തന്നെ എനിക്കൊപ്പം ഹോസ്പിറ്റലിലോട്ട് വാ. ഒന്ന് ഫിസിയോതെറാപ്പി ചെയ്യാം. അയ്യോ, അതൊന്നും വേണ്ട, എനിക്ക് പേടിയാ. ഇപ്പൊ കുറച്ച് കുഴമ്പ് വേണമെന്ന് പറയുമ്പോ അത് നാളത്തേക്ക് മാറ്റി വെക്കരുത്. നല്ല ക്ഷീണമുണ്ട്. വിജിതയും കൊണ്ടൊന്ന് പുറത്തു പോകുന്ന കരുതിയാ വന്നത്. പോയിട്ട് വരുമ്പോ വാങ്ങിച്ചോണ്ട് വരാം. അയ്യോ, അല്ല മോനെ, ഞാൻ വേണമെങ്കിൽ വിജിതയോട് വിവരം പറയാം. അവളെ കൂട്ടിക്കൊണ്ട് വരാം. നിങ്ങൾ പുറത്തു പോയി ചുറ്റിയിട്ട് കുഴമ്പ് വാങ്ങിച്ചോണ്ട് വന്നാ മതി. എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്. ഞാനേ ആ ബാത്റൂമിൽ കയറാം. വിജിതേ, വിജിതേ, വിജിതേ. ഉണ്ണിയേട്ടൻ വന്നായിരുന്നോ? നിനക്ക് പുറത്തു പോണോ? ഏയ് വേണ്ട. പിന്നെ നിന്റെ പപ്പയും അമ്മയും പറഞ്ഞതോ നിനക്ക് പുറത്ത് ചുറ്റണോന്ന്? അല്ല, വേഷം മാറി വരാമെന്ന് പറഞ്ഞിട്ട് പോലും അതിന് സമ്മതിക്കാതെ പെട്ടെന്ന് പോണെന്ന് പറഞ്ഞു നീയുമായിട്ട്. അതീ വെറുതെ ഇരുന്ന് എനിക്കൊരു മുഷിച്ചിൽ തോന്നിയപ്പോഴേ പുറത്തു പോണെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയുള്ളപ്പോ ഒന്ന് വിളിച്ചാ പോരെ മോളെ, ഞാൻ ഓടി വരില്ലേ? അങ്ങനൊന്നും വരാറില്ല. ഉണ്ണിയേട്ടന് എപ്പോഴും ഹോസ്പിറ്റലും രോഗികളും പൈസയും മതി. ഇവിടെ ഇങ്ങനൊരു രോഗിയുണ്ടെന്നുള്ള ചിന്ത പോലും ഇല്ല. ഈ രോഗം സന്തോഷമുള്ള രോഗമല്ലേ? നീ നിന്റെ അമ്മേന്റെ അടുത്താ നിൽക്കുന്നത്. അതുകൊണ്ട് ആ ആശ്വാസത്തിലാ ഞാൻ എപ്പോഴും. എന്തുവടി ഇത്? ഇത് കുടിച്ചാലേ നന്നായിട്ട് ഉറങ്ങിക്കോളും. ഇത് നീ പതിവായി ഉണ്ണിക്ക് കൊടുക്കാറുണ്ടോടി? അങ്ങനൊന്നും കൊടുക്കാറില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ നിർബന്ധമാണെങ്കിൽ ഞാൻ കൊടുക്കാം. നീ എങ്ങനെയാടി എന്റെ വയറ്റി വന്ന് പറഞ്ഞത്? നിന്റെ വയറ്റി പറഞ്ഞവർക്കേ ഇതിനൊക്കെ കഴിയൂ. ഇതുപോലെ പല പല സംഭവങ്ങളെ ഇവള് നിന്റെ മോളാന്ന് തെളിയിച്ചോണ്ടിരിക്കുക. മനുഷ്യനിവിടെ എന്ത് പറയണം ചെയ്യണമെന്നറിയാതെ വിഷമിക്കുക. അപ്പോഴാ അയാളുടെ ഒരു തമാശ പറച്ചില്.